കൊയാക്സിൻ ടെക്നോളജിയുടെ 2 മെഷീനിൽ രണ്ടാമത്തെ മെഷീന് ഗ്രോസ് മോട്ടോർ കോർഡിനേഷന് ഉള്ള മെഷീനാണ്. ആ മെഷീന് സെറിബ്രൽ പൾസി ഉള്ള കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. എനിക്കൊരനുഭവം തന്നെയുണ്ട്. കാരണം ഈ വർഷം ആദ്യം ഒരു കുട്ടി CP ഉള്ള ഒരു കുട്ടി സ്കൂളിൽ വന്ന് ചേർന്നിരുന്നു. 14 വയസ്സോളമുള്ള കുട്ടിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന് നടക്കാനേ കഴിയത്തില്ല. നടക്കുന്നത് തന്നെ സപ്പോർട്ട് ചെയ്താണ്. കണ്ണാണെങ്കിൽ ദൃഷ്ടി ഒട്ടും ശരിയല്ല. കൈ നിവർത്തിപ്പിടിച്ച് പേന പിടിച്ചെഴുതാനുള്ള കഴിവുമില്ലായിരുന്നു. എന്നാൽ സ്കൂളിൽ വന്ന് അവന് അഡീഷണൽ ലേണിംഗ് കൊടുക്കുമായിരുന്നു. ആ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മെഷീൻ വെച്ച് എല്ലാ ദിവസവും വർക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു. ആ ആദ്യമൊക്കെ അവന് ബുദ്ധിമുട്ടാണ്. കൈ നിവർന്നവൻ്റെ ഇരിക്കത്തില്ല. അത്രയും സമയം കൊണ്ട് ലൈറ്റ് കത്തിച്ചെടുക്കുന്ന അത്രയും ടൈമിൽ ആ കണ്ണ് അവിടെ നിൽക്കത്തില്ല, എവിടേക്കേലും ആയിരിക്കും നോക്കുന്നത്. എന്നാൽ അത് നമ്മൾ നിരന്തരം അത് പരിശീലിപ്പിക്കുകയും ഒപ്പം ഈ മെഷീൻ അവരുടെ രക്ഷകർത്താക്കൾ ഒരെണ്ണം കൂടി വാങ്ങി വീട്ടിൽ വെച്ചും പരിശീലിപ്പിച്ചു. ഇതിൻ്റെ എല്ലാം ഗുണഫലമായിട്ട് ഇപ്പോൾ ആ കുട്ടി പേന പിടിക്കുകയും അക്ഷരം വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു 50% ഇമ്പ്രൂവ്മെൻ്റ് ആ കുട്ടിക്ക് ഈ അക്ഷരം എഴുതുന്നതിലുണ്ട്. അതോടൊപ്പം തന്നെ ദൃഷ്ടി കൃത്യമായ രീതിയിൽ അക്ഷരം നോക്കി അതിലേക്ക് അക്ഷരം എഴുതാനുള്ള ഒരു കഴിവ് ആ കുട്ടിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അവരുടെ പേരൻസ് വളരെ ഹാപ്പിയാണ്. വീട്ടിൽ എത്തി അവരത് ചെയ്യിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ രണ്ടാമത്തെ മെഷീൻ ഒത്തിരി ഗുണകരമാണ്. കാരണം അവർക്ക് കൈകൊണ്ട് ഈ ഐ ഹാൻഡ് കോർഡിനേഷൻ അവിടെ നന്നായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺസെൻട്രേഷനും ഉണ്ട്. ഈ കുട്ടിക്ക് പഠനത്തിലൊരു ശകലം പോലും താല്പര്യമില്ലാതിരുന്ന കുട്ടിയാണ്. എന്നാൽ ഇപ്പോൾ അവൻ പഠനത്തിൽ താല്പര്യമുണ്ട്, എഴുതാനുള്ള താല്പര്യമുണ്ട്. അക്ഷരങ്ങളെല്ലാം എഴുതും, വാക്കുകൾ എഴുതും, സെൻറ്റൻസ് പറയും. നേരത്തെ തന്നെ എല്ലാം. പക്ഷേ എഴുത്തിലായിരുന്നു ഏറ്റവും പ്രശ്നം വന്നിരുന്നത്. കാരണം ഈ കൈ കൃത്യമായിട്ടത് ഉപയോഗിക്കാൻ അവന് പറ്റില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കണ്ണും കൈയും ഒപ്പം നോക്കി അക്ഷരങ്ങൾ നന്നായിട്ട് എഴുതുകയും വായിക്കുകയും അതോടൊപ്പം പഠനത്തിന് ആ പുരോഗതി ഉണ്ട്. 50% പുരോഗതി എനിക്ക് ഉറപ്പാക്കാം. ഈ കുട്ടി ഈ മെഷീനും കൂടി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ആ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ പേരൻസ് വീട്ടിലും അത് കൃത്യമായി ചെയ്തു. എല്ലാ ദിവസവും അവരൊരു 20 മിനിറ്റോളം ഈ കുട്ടിയെ കൊണ്ടത് ചെയ്യിപ്പിക്കുമായിരുന്നു. ഇത് ഏറ്റവും നല്ല ഒരു ഫലപ്രദമായ കാര്യമായിട്ട് എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യം കൂടിയാണ്.